الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. اللهم علمنا ما ينفعنا وزدنا علما يا كريم. اللهم أعطنا الإخلاص وازدد إيماننا يا رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ആദരണീയരായ വിശ്വാസിനികൾ, പ്രഭു സുബ്ഹാനഹു വ തആലയുടെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള സൗഭാഗ്യം റബ്ബ് നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇസ്ലാമിക ശരീഅത്തിൽ നമുക്ക് ആവശ്യമായത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇസ്ലാമിലെ വിധിവിലക്കുകൾ പഠിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ് എന്നുള്ളത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ ഹദീസുകളിൽ കാണാൻ സാധിക്കും, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിനു മേലും അറിവ് നേടുക എന്നുള്ളത് നിർബന്ധ ബാധ്യതയായി കൊണ്ടാണ് ഇസ്ലാം പഠിക്കുന്നത്. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ, ഇസ്ലാം നിലകൊള്ളുന്നത് 5 കാര്യങ്ങളിലാണ്. ആ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് പണ്ഡിതന്മാര് ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറയാറുള്ളത്. ഒന്നാമതായിക്കൊണ്ട് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഷഹാദത്ത് കലിമ തന്നെയാണ് ഇസ്ലാം കാര്യത്തിൽ ഒന്നാമതായിട്ടുള്ളത്. രണ്ടാമതായിക്കൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിസ്കാരമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്, ആരെങ്കിലും നിസ്കാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഫഖദ് കഫർ, അവൻ ഇസ്ലാമിക ബൗണ്ടറിയിൽ നിന്ന് അവൻ പുറത്താണ് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് അറിവ് കിട്ടിയിട്ടും മനഃപൂർവ്വം നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് മുർത്തദ്ദായി പോകുന്ന, ഇസ്ലാമിക ബൗണ്ടറിയിൽ നിന്ന് പുറത്തു പോകുന്ന ഗൗരവപ്പെട്ട കാര്യമായിട്ടാണ് ഇസ്ലാം കാര്യത്തിലെ രണ്ടാമത്തേതായിട്ടുള്ള നിസ്കാരത്തെ കുറിച്ച് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. മൂന്നാമതായിക്കൊണ്ട് അതേപോലെ തന്നെ 3, 4, 5 കാര്യങ്ങളൊക്കെ നമുക്കറിയാം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇങ്ങനെയാണ് ഇസ്ലാം കാര്യം 5 എണ്ണമുള്ളത്. പണ്ഡിതന്മാർ പറയുകയാണ്, മൂന്നാമതായി കൊണ്ടിട്ടുള്ള സക്കാത്ത്, ആ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമല്ല എന്നൊരാൾ വാദിക്കുകയാണെങ്കിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിർബന്ധമാക്കിയതിനെ നിർബന്ധമല്ല എന്ന് പറയുകയും ചെയ്യുന്ന വേളയിൽ അങ്ങനത്തെ ആളുകളും ഇസ്ലാമിക ബൗണ്ടറിയിൽ നിന്ന്, ഇസ്ലാമിന്റെ പരിധിയിൽ നിന്ന് പുറത്തു പോകുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണശേഷം ചില മുസ്ലിമീങ്ങളായ ആളുകൾ തന്നെ റസൂലുള്ളാഹി മരണപ്പെട്ടു, ഇനി ഞങ്ങൾ സക്കാത്ത് തരുന്നില്ല എന്ന രീതിയിൽ അവർ വാദിച്ചു വന്നപ്പോൾ പലരും ചോദിക്കാറുണ്ട്, റസൂൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളോടാണ് യുദ്ധം ചെയ്തത് എന്ന് പറയുമ്പോൾ വിഷയം ഗൗരവമല്ലേ എന്നുള്ളത്. അവർ മുസ്ലിമീങ്ങളായിരുന്നു എന്നുള്ളത് തന്നെയാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ സക്കാത്ത് തരില്ല എന്നുള്ളത്, അത് വാശി പിടിക്കുകയും അതിന്റെ പേരിൽ പോരാടാൻ ഇറങ്ങുകയും ചെയ്യുമ്പോൾ തരില്ല, അത് തരേണ്ടതില്ല എന്ന വിഷയം ഉറപ്പിക്കുകയും ആ വിഷയത്തിൽ ഖിതാലിന് പോരാടാൻ ഇറങ്ങിയ സന്ദർഭത്തിലാണ്
അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള ആളുകൾ അവരോട് യുദ്ധം ചെയ്യുകയും അത് ഞാൻ പിടിച്ചു വാങ്ങുക തന്നെ ചെയ്യും, റസൂലുള്ളാഹിയുടെ കാലത്ത് നിർബന്ധമായത് ഇന്നും നിർബന്ധമാണ് എന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു ശാഠ്യം പിടിച്ചതായി കൊണ്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് സക്കാത്ത് എന്നുള്ളത് നമ്മൾ പലരും പഠിക്കാത്ത എന്നാൽ പഠിക്കേണ്ട ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. ഒരു ദരിദ്രനെ സംബന്ധിച്ചിടത്തോളം സക്കാത്തിന്റെ നിയമം അവൻ പഠിക്കണം എന്ന് നമുക്ക് നിർബന്ധിക്കാൻ കഴിയൂല. കാരണം അവൻ ദരിദ്രൻ ഫഖീർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ആവശ്യത്തിന് പോലും അവന്റെ അടുത്ത് പണമില്ല എന്നുള്ളതാണ്. ഒരു മിസ്കീൻ എന്ന് പറഞ്ഞാൽ അവന്റെ ആവശ്യത്തിന് അവന് പണമുണ്ട്, പക്ഷെ അവന്റെ ആവശ്യത്തിന് പോലും പൂർണ്ണമായി തികയുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് സക്കാത്തിന്റെ നിയമങ്ങൾ പഠിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ നമ്മളെപ്പോലുള്ള അധ്വാനിക്കുന്ന നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ നമ്മൾ പഠിക്കുക തന്നെ വേണം എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സക്കാത്ത് കൊടുക്കേണ്ടത് ഒരു വർഷം തികഞ്ഞാലാണ്. എന്നാൽ ഒരു വർഷത്തിന്റെ തികയുന്നതിന് മുമ്പേ കൊടുത്തു എന്നതുകൊണ്ട് ചിലപ്പോൾ അവർ കുറ്റക്കാരായി എന്ന് വരില്ല. എന്നാൽ സക്കാത്തിന്റെ അവകാശിയാവും, സക്കാത്ത് കൊടുക്കാൻ നിർബന്ധ അവസ്ഥയിൽ എത്തുകയും അത് വൈകിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് അതീവ ഗൗരവകരമായ കുറ്റമായി കൊണ്ടാണ് പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത്. കുറച്ചു നേരത്തെ കൊടുത്താൽ പോലും അങ്ങനെ വലിയ പ്രശ്നമല്ല. എന്നാൽ സക്കാത്തിന്റെ ഹൗലെത്തുകയും സക്കാത്ത് കൊടുക്കാൻ നിർബന്ധിതാവസ്ഥയിൽ എത്തുകയും എന്നിട്ട് അത് 1-2 ദിവസം വൈകിപ്പിക്കുക എന്നുള്ളത് പോലും ഗൗരവപ്പെട്ട കാര്യമായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ഡിതന്മാർ പറയാറുണ്ട്, സക്കാത്ത് കണക്ക് കൂട്ടുമ്പോൾ ഹിജിരി വർഷമാണ്, ഹിജ്റ കലണ്ടറാണ് പരിഗണിക്കേണ്ടത് എന്നുള്ളതാണ്. മീലാദി കലണ്ടർ നമ്മൾ സാധാരണ കാണാറുള്ള ജനുവരി ഫെബ്രുവരി അങ്ങനെ മീലാദി കലണ്ടർ അല്ല ഉപയോഗിക്കേണ്ടത്, ഹിജറി കലണ്ടറാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയാറുണ്ട്. അതിനുള്ള കാരണം ഹിജറി കലണ്ടർ അല്ല മീലാദി കലണ്ടർ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ വർഷം കൂടുന്തോറും അതിൽ ദിവസത്തിന് വ്യത്യാസം വരാറുണ്ട്. ദിവസത്തിന് വ്യത്യാസം വരുമ്പോൾ നമ്മുടെ കണക്കുകൾ തെറ്റും. ചിലപ്പോൾ കൊടുക്കേണ്ട ഡേറ്റ് വർഷക്കണക്ക് വെച്ച് നോക്കുമ്പോൾ എത്തിയിട്ടുണ്ടെങ്കിലും നമ്മള് ചിലപ്പോൾ ജനുവരി 1 എന്ന് പറഞ്ഞിട്ട് അടുത്ത കൊല്ലം ജനുവരി 1 നമ്മൾ കൊടുക്കാൻ മീലാദി കണക്കൂട്ടുമ്പോൾ കണക്കൂട്ടുക. അങ്ങനെ മീലാദി കണക്കിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ വർഷം കൂടുന്തോറും ദിവസം വൈകിപ്പോയിക്കൊണ്ടേയിരിക്കുന്ന. അതുകൊണ്ട് മീലാദി നിങ്ങൾ കണക്കൂട്ടരുത്. കാരണം നിസാബ് ഹൗലെത്തിക്കഴിഞ്ഞാൽ, നമ്മുടെ പരിധി എത്തിക്കഴിഞ്ഞാൽ അത് അപ്പം തന്നെ കൊടുത്തു തീർക്കുക, അത് വൈകിപ്പിക്കരുത്. അതുകൊണ്ട് നിങ്ങൾ മീലാദി കലണ്ടർ അല്ല നോക്കേണ്ടത്, ഹിജ്റ കലണ്ടർ ആണ് നോക്കേണ്ടത് എന്ന് പണ്ഡിതന്മാർ പറയാനുള്ള കാരണം വൈകിപ്പിക്കരുത്. സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് വൈകിപ്പിക്കരുത്, അത്രയും ഗൗരവപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്, നിസ്കാരം നിങ്ങൾ നിസ്കരിക്കുകയും, നിസ്കാരത്തിന് അള്ളാഹു കൽപ്പിക്കുകയാണ്, നിർബന്ധമാണ്. സക്കാത്തും നിങ്ങൾ കൊടുക്കുക, റസൂലിനെ നിങ്ങൾ അനുസരിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. മറ്റൊരായത്തിൽ കാണാം, ഖുദ് മിൻ അംവാലിഹിം, നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ഖുദ് മിൻ അംവാലിഹിം, നബിയെ നിങ്ങൾ എടുത്തുകൊള്ളുക, പിടിച്ചുകൊള്ളുക, മിൻ അംവാലിഹിം, അവരുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ പിടിച്ചുകൊള്ളുക, സ്വദഖ, സക്കാത്തിനെ പിടിച്ചുകൊള്ളുക, തുതഹിറുഹും വതുസക്കീഹിം, സക്കാത്തിന്റെ ഉദ്ദേശം നമ്മുടെ സമ്പത്തിനെ പരിശുദ്ധമാക്കുക എന്നുള്ളതാണ്, വതുസക്കീഹിം, നമ്മളെ പരിശുദ്ധപ്പെടുത്തുക എന്നുള്ളതാണ്. സക്കാത്തിന്റെ പേര് നമുക്കറിയാം, സക്കാത്ത് അതിൽ വിവക്ഷമാക്കുന്നതിന്റെ വളർച്ച എന്നുള്ള അർത്ഥത്തിലാണ്. സക്കാത്ത് എന്നുള്ളതിന്റെ 2 അർത്ഥത്തിൽ ഒരർത്ഥം നമാഹി എന്നുള്ളതാണ്, വളർച്ചയാണ്. സക്കാത്ത് കൊടുക്കുമ്പോൾ ഒരു അടിമക്ക് 2 ലോകത്തും വളർച്ച ഉണ്ടാവുന്നുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് സക്കാത്തുമായി ബന്ധപ്പെട്ടതിന്റെ ഫളലായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് അങ്ങേയറ്റം ഫളലുള്ള ഒരു കാര്യം തന്നെയായിട്ടാണ് റസൂലിന്റെ ഹദീസുകൾ, പുരിയൽ ഇസ്ലാം എന്ന് തുടങ്ങുന്ന ഹദീസ്, അതേപോലെ തന്നെ തുതഹിറുഹും വതുസക്കിഹിം എന്ന് തുടങ്ങുന്ന ആയത്ത്, നിങ്ങൾ സക്കാത്ത് കൊടുക്കണേ എന്ന അള്ളാഹുവിന്റെ കൽപ്പനയൊക്കെ സൂചിപ്പിക്കുന്നത് സക്കാത്ത് കൊടുക്കൽ ഏറെ ഫളലുള്ളതാണ് എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്കാത്ത് കൊടുക്കുന്നതിന്റെ ഹുക്മാണ്, സക്കാത്ത് കൊടുക്കുന്നതിന്റെ വിധി എന്നുള്ളത് വാജിബാണ്, നിർബന്ധമാണ് എന്നുള്ളത് തന്നെയാണ് പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ഏതൊക്കെ വിഷയങ്ങൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്, പണ്ഡിതന്മാർ പറയാറുള്ളത് അൽ ഹുർ, സ്വതന്ത്രനായ ഒരു വ്യക്തിയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്.
ഒരു അടിമക്ക് കൊടുക്കേണ്ടതില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നതായിക്കൊണ്ട് കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അടിമ സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ കടക്കേണ്ടതില്ല. സ്വതന്ത്രരായ നമ്മെ പോലുള്ള ആളുകളാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി ഏതൊക്കെ ഇനങ്ങൾക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? പണ്ഡിതന്മാർ പറയുകയാണ് റസൂലിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അസ്സായിമ, കന്നുകാലികൾക്ക്, വഹീമത്തുൽ അൻആം, ഇബിൽ, ബഖർ, ഇബില്, ബഖർ, അതേപോലെ തന്നെ ഷാത്ത്, ഒട്ടകം, പശു ഇനങ്ങളിൽ വരുന്നത്, അതേപോലെ തന്നെ ആട് വർഗങ്ങളിൽ പെടുന്ന ഈ 3 ഇനങ്ങൾക്കാണ് സക്കാത്ത് ഉള്ളത് എന്നുള്ളതാണ്. രണ്ടാമതായിക്കൊണ്ട് അൽ അസ്മാൻ, ദഹബ് വൽ ഫിദ്ദ എന്ന് പറയും. അഥവാ സ്വർണത്തിനും വെള്ളിക്കും സക്കാത്ത് ഉണ്ട്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറയുകയാണ് കൃഷി ഉൽപ്പന്നങ്ങൾക്കും സക്കാത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഈ കാര്യങ്ങൾക്കാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സക്കാത്തിനെ നിശ്ചയിച്ചിട്ടുള്ളത് എന്നുള്ളത്. കൃഷി ഉൽപ്പന്നങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണം, ആടുമാട് വർഗങ്ങൾക്ക് സക്കാത്ത് കൊടുക്കണം, ദഹബ് വൽ ഫിദ്ദ, സ്വർണത്തിനും വെള്ളിക്കും സക്കാത്ത് കൊടുക്കണം. അതേപോലെ തന്നെ ദഹബ് വൽ ഫിദ്ദയുടെ ചർച്ചയിൽ പണ്ഡിതന്മാർ പറയുകയാണ് കറൻസി, അതേപോലെ തിജാറ, കച്ചവട വസ്തുക്കൾ, ഈ കാര്യങ്ങൾക്ക്, നമ്മൾ ഈ പറഞ്ഞു വെച്ച കാര്യങ്ങൾക്കൊക്കെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഇനി എത്രയാണ് കൊടുക്കേണ്ടത്, എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ പണ്ഡിതന്മാർ പറയുകയാണ് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാവുക അതിന്റെ നിസാബെത്തിയാൽ മാത്രമാണ്. നിസാബെത്താതെ കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറയുകയാണ് 1,00,000 നിസാബെങ്കിൽ, 1,00,000 നിസാബെങ്കിൽ അതിന്റെ നമുക്ക് 1,00,000 ഇല്ല, 2,000 കുറവാണെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നുള്ളത്. അതുകൊണ്ട് നിസാബ് എത്തുക എന്നുള്ളത് അതിന്റെ പ്രധാനപ്പെട്ട ഷർത്തായിക്കൊണ്ടാണ് ഉലമാക്കൾ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തൊന്ന് ഹാല അലൈഹിൽ ഹൗൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ കൃഷി ഉൽപ്പന്നങ്ങളല്ലാത്ത കാര്യങ്ങൾ, ദഹബ് പോലുള്ള, ഫിദ്ദത്ത് പോലുള്ള കച്ചവട വസ്തുക്കൾ, സ്വർണം, വെള്ളി, കറൻസി, കച്ചവട വസ്തുക്കൾ പോലുള്ള കാര്യങ്ങൾക്ക് ഹാല അലൈഹിൽ ഹൗൽ, 1 വർഷം തികയുക എന്നുള്ളതാണ് സക്കാത്തിന്റെ പരിധി എന്നത്. 1 വർഷം കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ടതുള്ളൂ. നമ്മുടെ അടുത്ത് പണം കിട്ടി എന്നുള്ളത് കൊണ്ട് അതിന്റെ ഉടനെ കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. ഇനി ഇത് എത്രയാണ് കൊടുക്കേണ്ടത് എന്ന് കൂടി നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ പറയുകയാണ് ഒന്നാമതായിക്കൊണ്ട് ചർച്ച ചെയ്യുന്നത് ദഹബിനെ തന്നെയാണ്, സ്വർണത്തിനാണ്. സ്വർണത്തിന് കൊടുക്കേണ്ടത് നമ്മളൊക്കെ പഠിച്ചതുപോലെ തന്നെ 85 ഗ്രാം സ്വർണമുള്ള ഒരു വ്യക്തി അതിന്റെ 2.5% സക്കാത്തായി കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. 85 ഗ്രാം സ്വർണത്തിന് തുല്യമായ തുക അത് എത്രയാണോ, അത് എങ്ങനെ കണക്കൂട്ടിട്ട് ഇപ്പോ 85 ഗ്രാം സ്വർണത്തിന് മാർക്കറ്റിൽ എത്രയാണോ വാല്യൂ, എത്രയാണോ വില, അതിന്റെ 2.5% കണക്കൂട്ടേണ്ടത്. അത് പറയുന്നത് കൂട്ടത്തിൽ പണ്ഡിതന്മാർ പ്രത്യേകം പറഞ്ഞൊരു കാര്യം അൽ-ദഹബുൽ ഖാലിസ് എന്നാണ്. അഥവാ 24 കാരറ്റ് സ്വർണ്ണമായിരിക്കണം എന്ന കണക്കൂട്ടലിൽ. അഥവാ നമ്മുടെ കൈകളിൽ ഒരു 13 പവൻ സ്വർണം നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ ആ 13 പവൻ സ്വർണവും മുഴുവൻ സ്വർണ്ണമല്ലല്ലോ. നമുക്കറിയാം സ്വർണം അങ്ങനെ തന്നെ ഒരു വളയാക്കിയിട്ടോ മാലയാക്കിയിട്ടോ രൂപീകരിപ്പിക്കാൻ പറ്റൂല. അതില് ചിലപ്പോൾ വെള്ളി ഏടേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഏഡിങ് ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ് സ്വർണമായി രൂപപ്പെടുക. അപ്പോ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചാൽ കണക്ക് കൂട്ടേണ്ടത് 13 പവൻ സ്വർണം ഉണ്ടെങ്കിൽ ആ 13 പവനും പക്ക ഖാലിസായ ശുദ്ധമായ സ്വർണമാണ് എന്ന് നമുക്ക് ഉറപ്പില്ല. നമുക്കറിയാം ഒരു പൂർണ്ണമായ സ്വർണമല്ല അത് എന്നുള്ളത്. അതുകൊണ്ട് പണ്ഡിതന്മാർ പറയാണ് നമുക്ക് ഈ സ്വർണവുമായി അറിവുള്ള ഒരാളടുത്ത് പോവാ, ഒരു തട്ടാന്റെ അടുത്ത് പോവാ, എന്നിട്ട് ചോദിക്കുക ഇത്രയും സ്വർണം ഉണ്ട് എന്റെ അടുത്ത്, അതിൽ ഏകദേശം എത്ര ശതമാനമായിരിക്കും സ്വർണം ഉണ്ടാവുക, ഒരു കണക്കാക്കുക പണ്ഡിതന്മാർ പറഞ്ഞു. 13 പവനില് ചിലപ്പോ അതിലുപയോഗിച്ച മറ്റു മെറ്റീരിയൽസിനൊക്കെ മാറ്റി നിർത്തിയിട്ട് നോക്കുമ്പോൾ അതിൽ 80% ചിലപ്പോൾ സ്വർണം ഉണ്ടാവുള്ളൂ. ആ സ്വർണമാണ് 85 ഗ്രാം ആയിട്ടുണ്ട് എന്ന് കണക്കൂട്ടുണ്ട്. അല്ലാണ്ട് നമ്മുടെ കൈമിൽ ഇപ്പൊ ഒരു 10.5 പവൻ എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോ 10.5 പവൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ഒരു തുലാസിലിട്ട് തൂക്കിയാൽ ചിലപ്പോൾ 10.5 പവൻ ആയിട്ടുണ്ടാവും. അതിന്റെ കനം 10.5 പവൻ ആയിട്ടുണ്ടെങ്കിലും അതിന്റെ വില അല്ലെങ്കിൽ അതിന്റെ തൂക്കം 10.5 പവൻ ആയിട്ടുണ്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കുക അതിന് നമുക്ക് സക്കാത്ത് കൊടുക്കേണ്ടത്. ഇപ്പോഴത്തെ കണക്കിൽ കണക്കാക്കേണ്ടത് ദഹബുൽ ഖാലിസ് ആണ്, ശുദ്ധമായ സ്വർണമാണ് കണക്കാക്കേണ്ടത്. അത് അറിവുള്ളവരോട് ചോദിക്കുക ഈ ഇത്രയും ശതമാനം സ്വർണ്ണം എടുത്തിട്ടുണ്ട്, അതിൽ എത്ര ഗ്രാം സ്വർണമാണ്, എത്ര ഗ്രാമാണ് മറ്റു ഉൽപ്പന്നങ്ങൾ ഉള്ളത്, അതിന്റെ ഇരുമ്പ് ആയിക്കോട്ടെ, അതിന്റെ വെള്ളി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രോൺസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്, ആ ബ്രോൺസിന്റെ ഒക്കെ ശതമാനം ഏകദേശം
കറക്റ്റ് എക്സാക്ട് കണക്ക് ആ മുറിച്ചു നോക്കേണ്ടിയൊന്നും ആവശ്യമില്ല. എക്സാക്ട് കണക്ക് ഏകദേശം കണക്ക് കൂട്ടിയിട്ട് അതിന്റെ സ്വർണത്തിന്റെ കണക്കെടുക്കുക. എന്നിട്ട് അതിന്റെ 2% സ്വർണത്തിൽ സക്കാത്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പണ്ഡിതന്മാർ ആ വിഷയവുമായി ചർച്ച ചെയ്യുന്നിടത്ത് നമ്മളോട് പറയുന്നത് എന്നുള്ളത്. ഇനി അതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് വെള്ളിക്കും സക്കാത്ത് ഉണ്ട് എന്നുള്ളതാണ്. വെള്ളി നമ്മളൊക്കെ പൊതുവെ ഉപയോഗിക്കാറുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞു ഒരു പുരുഷന് വെള്ളിയുടെ മോതിരം ഉപയോഗിക്കാം, അതുപോലെ തന്നെ വെള്ളിയുള്ള ഒരു വസ്ത്രം അതും ഇടുന്നതിന് പ്രശ്നമില്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആകെ അഥവാ പിന്നെ അല്ലെങ്കിൽ വെള്ളിയുടെ അല്ല, വെള്ളി മാത്രമല്ല മോതിരം ഉണ്ടാകും, മറ്റു പല സ്വർണമല്ലാത്ത ബാക്കി ഏത് മൂല്യ വസ്തുക്കളുടെ മോതിരമാണെങ്കിലും വസ്ത്രമാണെങ്കിലും പുരുഷൻ ഉപയോഗിക്കാം എന്നുള്ളതാണ് പണ്ഡിതന്മാർ അഭിപ്രായമായി പറയുന്നത്. അതിന്റെ കൂടെ പണ്ഡിതന്മാർ ചേർത്ത് വെക്കുകയാണ് വെള്ളി മോതിരം ഇടുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തായിക്കൊണ്ട് പലരും കണക്കാക്കാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. മോതിരം ഇടുക എന്നുള്ളത് സുന്നത്തൊന്നല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മോതിരം ഇടാനായിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ കാരണം റസൂലുള്ളാഹ് ഏതെങ്കിലും നാട്ടിലേക്ക് ദഅവത്തിന്റെ ഭാഗമായിക്കൊണ്ട് രാജാക്കന്മാർക്ക് കത്തയക്കുമ്പോൾ ആ കത്തിൽ സീല് നിർബന്ധമാണ്. സീലില്ലെങ്കിൽ, മുദ്ര ഇല്ലെങ്കിൽ ആ രാജാക്കന്മാരെ വായിച്ചു നോക്കാറില്ല, വായിച്ചു നോക്കൂല, അത് അവഗണിക്കപ്പെടും. അതുകൊണ്ട് അതിന്റെ ആവശ്യത്തിന് വേണ്ടി റസൂൽ ഒരു ഖാത്തം പണിയേൽപ്പിക്കുകയും ആ ഖാത്തമിന്റെ നമുക്കറിയാം ആ ഖാത്തമിൽ റസൂലുള്ളാഹ് എന്നാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ആ ഖാത്തം റസൂലുള്ളാഹ് മുദ്രയായി ഉപയോഗിക്കുകയും അങ്ങനെയായിരുന്നു റസൂലുള്ളാഹ് മറ്റു പല രാജ്യങ്ങളിലേക്കും റിസാലത്ത് കത്തയച്ചിരുന്നത് എന്നതാണ്. അതേ മാതൃക പിൻപറ്റിക്കൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ, ഉസ്മാൻ, അലി തുടങ്ങിയിട്ടുള്ള പണ്ഡിതന്മാർ സ്വഹാബികളും അത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പൊ മനസ്സിലാക്കേണ്ടത് വെള്ളിക്ക് സക്കാത്ത്, വെള്ളി പൊതുവെ ഉപയോഗിക്കാറില്ല, എന്നാൽ നമ്മൾ അറിഞ്ഞു വെക്കണം. കാരണം വെള്ളി പഠിക്കണം എന്നുള്ളത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വെള്ളിയുടെ സക്കാത്താണ് കറൻസിക്ക് കണക്കൂട്ട്. വെള്ളി 595 ഗ്രാം വെള്ളിയുള്ള ഒരാൾക്കാണ് അത്ര 595 ഖാലിസായ വെള്ളി, സംശുദ്ധമായ വെള്ളി എത്തിയ ഒരാൾക്ക് അത്രയാണ് നിസാബ്. അത്രയും എത്തിയ ഒരാൾക്ക് അത് ഏകദേശം ഇപ്പൊ എങ്ങനെ എന്നാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ എന്താണോ അതാണ് നമ്മൾ കണക്കൂട്ടേണ്ടത്. നമ്മൾ വാങ്ങിയ സമയത്ത് ചിലപ്പോൾ കൂടുതലായിരിക്കാം വില, അല്ലെങ്കിൽ വാങ്ങിയ സമയത്ത് ചിലപ്പോൾ കുറഞ്ഞ വിലയായിരിക്കും സ്വർണത്തിന് വെള്ളിക്ക്, അതല്ല കണക്കൂട്ടേണ്ടത്. ഇപ്പൊ മാർക്കറ്റിൽ എന്താണോ വില അതാണ് നമ്മുടെ വെള്ളിയുടെ വിഷയത്തിൽ വെള്ളി ആയിക്കോട്ടെ സ്വർണ്ണം ആയിക്കോട്ടെ എല്ലാത്തിനും കണക്കൂട്ടേണ്ടത്. അങ്ങനെ 595 ഗ്രാം ഖാലിസായ സംശുദ്ധമായ വെള്ളി നമ്മുടെ എത്തുകയും മാഹാല അലിഹിൽ ഹൗൽ എന്ന 1 വർഷം തികയുകയും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ കണക്ക് കൂട്ടേണ്ടത് അതിന്റെയും 2% എന്നുള്ളതാണ്. ഇതാണ് സ്വർണത്തിൻ്റെതായിക്കോട്ടെ വെള്ളിയുടേതായിക്കോട്ടെ കണക്ക് കൂട്ടലുകൾ എന്നുള്ളതാണ്. ഇനി മൂന്നാമതായിക്കൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണ് ഖുദ് അംവാലിഹിം സ്വദഖ എന്ന ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മാലായിക്കൊണ്ട് നമ്മുടെ സമ്പാദ്യമായിക്കൊണ്ട് എന്തൊക്കെ ഉണ്ടോ സ്വർണവും വെള്ളിയും അതേപോലെ തന്നെ കച്ചവട വസ്തുക്കൾ കറൻസി ഇതിനൊക്കെ എന്തുണ്ട് സക്കാത്ത് ഉണ്ട് എന്നുള്ളതാണ്. ആ സക്കാത്ത് നമ്മൾ കറൻസിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടത് എന്നുള്ളതാണ് നമ്മൾ മൂന്നാമത് പഠിക്കാൻ പോകുന്നത്. പണ്ഡിതന്മാർ പറയുകയാണ് നമ്മുടെ അംവാൽ എന്ന് പറയുമ്പോൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് നമ്മുടെ സാലറിയിൽ എങ്ങനെയാണ് സ്വതക്ക് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ എനിക്ക് ഇന്നൊരു മുതൽ അവിടെ ഉണ്ട്, ഇന്നൊരു ബിസിനസ്സിൽ ഷെയർ ഉണ്ട്, അതിന്ന് എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇതൊന്നും വേറെ ആയിട്ടല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്ക് സാലറി, അതേപോലെ നമുക്ക് സാലറി കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്കൊരു കമ്പനിയിൽ നമ്മുടെ ഷെയറിൽ നിന്ന് നമുക്ക് അതിന് ലാഭം കിട്ടുന്നുണ്ട്, നമുക്ക് ഏതെങ്കിലും ബിൽഡിംഗ് വാടക കൊടുത്തപ്പോൾ അതിന്റെ വാടക റെന്റ് കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കച്ചവട വസ്തുക്കൾ, ഇതൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ടാണ് എന്താക്കേണ്ടത് കണക്ക് കൂട്ടേണ്ടത് എന്നതാണ്. ഓരോന്നിനും വേറെ സക്കാത്തല്ല. ഇതൊക്കെ കൂടി ഒരു നമ്മുടെ സമ്പാദ്യത്തിലാണ്. നമ്മുടെ സമ്പാദ്യം എന്ന ഒറ്റ ഹെഡിങ്ങിന്റെ കീഴിലാണ് ഇതൊക്കെ വിടുക. അല്ലാണ്ട് സാലറിക്ക് വേറെ സക്കാത്ത്, റെന്റിന് വേറെ സക്കാത്ത് അങ്ങനെയില്ല. മൊത്തത്തിൽ കണക്ക് കൂട്ടുക. എന്നിട്ട് 10 പവനിന് മുകളിലായി കഴിഞ്ഞാൽ, 10 പവനല്ല 595 ഗ്രാം വെള്ളിയുടെ വിലയേക്കാൾ കൂടുതലായി കഴിഞ്ഞാൽ അതിന് സക്കാത്ത് കൊടുക്കണം. ഇതിനെങ്ങനെ കണക്കൂട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണക്കൂട്ടും റമദാൻ 1 മുതലാണ് നമ്മൾ കൊടുക്കുന്നത്. റമദാൻ 1-നാണ് നമ്മൾ കണക്കൂട്ടുന്നതെങ്കിൽ എങ്ങനെ കണക്കൂട്ടേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ റമദാൻ ഇപ്പൊ നമ്മുടെ സക്കാത്ത് അല്ലെ നമ്മുടെ നിസാബ് 595 ഗ്രാം വെള്ളിയേക്കാളും കൂടുതലായ ഒരു ദിവസം നമ്മൾ കണക്കൂട്ടുക. ഇപ്പൊ ഇന്ന് എന്റെ കൈമിലുള്ള ഇപ്പൊ ഇന്ന് ഏതെങ്കിലും ഡേറ്റ് സങ്കല്പിക്കുക. ഇന്ന് ശബാൻ ഏകദേശം എത്രയാണ്? 21 ആയിക്കോട്ടെ. ശബാൻ 21-ൽ എന്റെ സമ്പാദ്യം മുഴുവൻ ഞാൻ കണക്കൂട്ടിയപ്പോ 595 ഗ്രാം വെള്ളിയേക്കാൾ കൂടുതൽ ഉണ്ടെന്ന് വിചാരിക്കുക. അന്ന് മുതൽ നമ്മൾ ഡേറ്റ് ചെയ്ത് വെക്കുക. അപ്പൊ ഇന്നിപ്പോ നിസാബ് തുടങ്ങി, ഇന്ന് തുടങ്ങി അടുത്ത ശബാൻ 21-ന് ആ പണം നമ്മുടെ അടുത്തുണ്ടെന്ന് വിചാരിക്കും. കണക്ക് കൂട്ടേണ്ട ഡേറ്റ് തുടങ്ങേണ്ടത് എപ്പോഴാണോ നിസാബ് എത്തുന്നത് അന്ന് മുതലാണ് കണക്ക് കൂട്ടേണ്ടത്. പിന്നെ അടുത്തൊരു കൊല്ലത്തിന്റെ ഇടയിൽ ചിലപ്പോൾ കുറവ് സംഭവിക്കാം.
കുറയും കൂടെയൊക്കെ ചെയ്യാം. ഇനി അടുത്തൊരു ശതമാനം 21 എത്തുമ്പോൾ ആ നിസാബ് നമ്മൾ കുറഞ്ഞു പോയി നമ്മൾ കൊടുക്കണ്ട. അല്ല, കൂടുകയാണ് ചെയ്തെങ്കിൽ അന്ന് എത്രയാണോ നമ്മളെ കൈമേലുള്ളത് അതിന്റെ 2.5% കൊടുക്കേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ 595 ഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം വെള്ളിക്ക് ഇപ്പൊ ഏകദേശം എത്ര ഉണ്ടാവും? 595 ഗ്രാം വെള്ളിക്ക് എത്ര രൂപയ്ക്കും മാർക്കറ്റില്? സ്വർണത്തിന് ആൾക്കാർ എല്ലാവർക്കും സംശയം ലാസ്റ്റ് ഉണ്ട്. ഇപ്പൊ ചോദിച്ചാൽ ഞാൻ എടുക്കാതെ പോകും. അപ്പൊ 595 ഗ്രാം സ്വർണ്ണ വെള്ളി നമ്മുടെ അടുക്കൽ, അത് അന്ന് മുതൽ നമ്മൾ കണക്കൂട്ടേണ്ട ഡേറ്റ് തുടങ്ങണമല്ലോ. ആ ഡേറ്റ് അന്ന് മുതൽ കണക്കൂട്ടുക. അപ്പൊ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഈ വിഷയത്തിലൊക്കെ ഒരുപാട് അശ്രദ്ധരായ ആൾക്കാരുണ്ടാവും. അവരെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇന്നെന്താക്കുക പോയി അവരെ സമ്പത്ത് മുഴുവൻ കണക്കൂട്ടുക. എന്നിട്ട് 595 ഗ്രാം മുകളിൽ ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ എന്താക്കുക ഡേറ്റ് കൂട്ടുക. എന്നിട്ട് അടുത്ത ശതമാനം 21 ആകുമ്പോൾ നമ്മൾ ഒന്നുകൂടി കണക്കൂട്ടി വെക്കുക. നമുക്ക് ബാക്കിയായിക്കൊണ്ട് ഇതുണ്ടോ, എന്റെ നിസാബ് കുറഞ്ഞു പോയിക്കണ്ടെങ്കിൽ എന്താക്കണ്ട, കൊടുക്കണ്ട. നിസാബും കഴിഞ്ഞ് അപ്പുറത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ അത് എത്രയാണോ, ഒരു 10 ലക്ഷം ഉണ്ട് വിചാരിക്കാം, 10 ലക്ഷത്തിന് 2.5% കൊടുക്കേണ്ടി. ചിലർ പറയാറുണ്ട് 10.5 പവൻ സ്വർണത്തിന്റെ വിഷയം എടുക്കുകയാണെങ്കിൽ നമ്മുടെ 15 പവൻ ഉണ്ട്. പലരും കണക്കൂട്ട 10.5-ൽ നിന്ന് 15 പവൻ 10.5 മൈനസ് ചെയ്തിട്ട് ബാക്കി എത്ര പവനാണ് അതിന്റെ 2.5% കൊടുക്കുക. അങ്ങനല്ല, 10.5 പവൻ ഒരു പരിധി മാത്രം. അതിന്റെ മുകളിൽ എത്ര പോയാലും 100 പവനാണ് പോയതെങ്കിൽ ആ 100 പവന്റെ 2.5% കൊടുക്കേണ്ടി. അപ്പൊ കറൻസി നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാല് അങ്ങനെ 595 ഗ്രാം വെള്ളിയുടേക്കാൾ നമ്മുടെ മുകളിൽ നമ്മുടെ എത്തുകയും അത് ഒരു കൊല്ലം തികയണം കേട്ടോ, ഒരു കൊല്ലം തികയുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്. ഇനി പണ്ഡിതന്മാര് ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ ഒരു വിഷയം കച്ചവട വസ്തുക്കൾ, സ്റ്റോക്കുകൾ. നമുക്കൊരു പച്ചക്കറി പീടിയാണ്, അല്ല ഒരു കോൾഡ് സ്റ്റോർ ആണ്. അങ്ങനത്തെ വിഷയം വരുമ്പോൾ എങ്ങനെ കണക്കൂട്ടേണ്ടതെന്ന് ചോദിച്ചാൽ പണ്ഡിതന്മാർ പറയുകയാണ് മൊത്തം സ്റ്റോക്ക് എടുക്കുക. ഇപ്പോൾ പൊതുവെ സൗദിയിലൊക്കെ കേൾക്കാറുണ്ട് ഗവൺമെന്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അങ്ങനത്തെ, അഥവാ ഗവൺമെന്റ് അവരുടെ സക്കാത്ത് കണക്കൂട്ടി ഗവൺമെന്റ് വാങ്ങും. അങ്ങനെ ആകുമ്പോൾ സുഖമായി. അവരെന്നെ ഗവൺമെന്റ് കണക്കൂട്ടി കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ സമ്പത്തിൽ നിന്ന് പ്രത്യേകിച്ച് കണക്കൂട്ടേണ്ട ആവശ്യമില്ല. അവർ നമ്മുടെ കച്ചവട സ്റ്റോക്ക് മൊത്തം കണക്കൂട്ടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമ്പത്തുണ്ട്, അതിൽ കച്ചവടത്തിന്റെ സക്കാത്ത് അവർ കണക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മൈനസ് ചെയ്തിട്ടാണ് നമ്മുടെ എന്താക്കേണ്ടത്, സാമ്പത്തികം നമ്മൾ കണക്കൂട്ടേണ്ടത്. ഒരേ കാര്യത്തിന് 2 വട്ടം എന്താക്കേണ്ടതില്ല, സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ കച്ചവട വസ്തുക്കളിൽ വരുമ്പോൾ മൊത്തം സ്റ്റോക്ക് എടുക്കുക. മൊത്തം സ്റ്റോക്ക് എടുത്തിട്ട് കൊടുക്കേണ്ട എങ്ങനെയാ വെച്ചാൽ മൊത്തം സ്റ്റോക്കിന്റെ ഏവറേജ് മാർക്കറ്റ് റേറ്റ് എടുക്കുക. മൊത്തം സ്റ്റോക്കിന്റെ ഏവറേജ് മാർക്കറ്റ് എടുക്കുക, എന്നിട്ട് അതിന്റെ 2.5% കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ കണക്കൂട്ടേണ്ടത്. മൊത്തം സ്റ്റോക്ക് എടുത്തിട്ട് അത് നമ്മൾ എന്താക്കുക, നമ്മുടെ കൈമേലുള്ള മറ്റു സാലറി എല്ലാം കൂട്ടുക, എല്ലാം കൂടി കൂട്ടിയിട്ട് അതിന്റെ 2.5% കൊടുക്കേണ്ടി. ഇപ്പൊ ചില ആൾക്കാർ ഇപ്പൊ ചോദിക്കാറുണ്ട് ഇതിന്റെ മൊത്തം സ്റ്റോക്ക് എടുക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട്, ചില പച്ചക്കറി ചില വിഷയങ്ങളിൽ മൊത്തം സ്റ്റോക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഏകദേശം മതിപ്പ് കണക്കാക്കിയിട്ട് എന്താക്കുക, അതിന്റെ 2.5% കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അവിടെ രണ്ടാമത്തെ ഒരു വിഷയം ഷെയറാണ്. ചില ആൾക്കാർ ഷെയർ ആയിട്ട് കമ്പനി തുടങ്ങിയിട്ടുണ്ടാവും. 50,000 ദീനാറിന്റെ ഒരു ഷെയർ ആണെന്ന് വിചാരിക്കും. അവരെന്ത് ചെയ്യുന്നത് മൊത്തം കച്ചവടത്തിന്റെ സ്റ്റോക്ക് എടുത്തിട്ട് 2.5% അതിന്റെ എത്ര രൂപ, ഇപ്പൊ 2.5% എന്ന് പറഞ്ഞാൽ ഒരു 25,000 റുപ്യാണ് അതിന്റെ 2.5% എങ്കിൽ ആ 25,000 റുപ്യ ഈ 2 സ്റ്റോക്ക് രണ്ടാളും കൂടി കൊടുക്കുക. ഇപ്പൊ ഞാനും വേറൊരാളും കൂടിയാണ് ഇതിന്റെ ഷെയർ ഹോൾഡർ എങ്കിൽ മൊത്തം കച്ചവടം എന്താക്കുക, കണക്ക് കൂട്ടുക. എന്നിട്ട് അതിന്റെ 2.5% എത്ര രൂപയാണോ ആ അത്രയും രൂപ 2 ഷെയറുകാർ കൂടി കൊടുക്കുക എന്നുള്ളതാണ് എന്താക്കേണ്ടത്, ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അതിന്റെ കൂട്ടത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട് നമ്മൾ ഒരാളുടെ കൂടെ ഷെയർ കൂടി, ആ ഷെയർ കൂടിയ ഷെയർ ഹോൾഡർ ഇങ്ങനെ സക്കാത്തിനൊന്നും വില കൊടുക്കാത്ത, അങ്ങനെ ഒന്നും കൊടുക്കണ്ട എന്ന് പറയുന്ന ആളാണെങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞത് അങ്ങനത്തെ ഒരാളുമായിട്ട് നമ്മൾ കച്ചവടം ചെയ്യണോ വേണ്ടതെന്ന് നമ്മളൊന്ന് പുനരാലോചിക്കണം. ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെയറിന്റെ ഒരു വാല്യൂ ഉണ്ടാവുമല്ലോ, അത് നമ്മളിലേക്ക് ചേർത്തിയിട്ട് അതിന്റെ 2.5% നമ്മൾ കണക്ക് കൂട്ടേണ്ടത് എന്നുള്ളതാണ്. ഇനി ചിലത് നമുക്ക് സ്റ്റോക്ക് എടുക്കാൻ കഴിയില്ല, സർവീസ് ഓറിയന്റഡ് ആയിരിക്കും. ചിലപ്പോൾ റെസ്റ്റോറന്റ് പോലുള്ള അല്ലെങ്കിൽ ഹോട്ടൽ പോലുള്ള കാര്യങ്ങൾ, അതിന്റെ സക്കാത്ത് എങ്ങനെ കണക്കൂട്ടേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കറൻസിയിലാണ്. ഇപ്പൊ റെസ്റ്റോറന്റ് അല്ലെങ്കിൽ ഹോട്ടൽ അതിന് നമുക്ക് സ്റ്റോക്ക് എടുക്കാൻ കഴിയില്ല. അത് മൊത്തം അതിലെ നമുക്ക് കിട്ടുന്ന വരുമാനം കണക്കൂട്ടുക. വരുമാനം കണക്കൂട്ടിയിട്ട് അതിന്റെ കറൻസിയിൽ അതിന്റെ കൂട്ടിയിട്ട് അതിന്റെ 2.5% എന്താക്കേണ്ടത്, നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയാണ് നമ്മൾ കറൻസിയുമായി ബന്ധപ്പെട്ട് പ്രധാനമായി കൊണ്ടും ശ്രദ്ധിക്കേണ്ടത്. അത് അങ്ങനെ കൂടിയുണ്ട്. അഥവാ നമ്മുടെ ചെലവുകൾ ഇപ്പൊ ബേസിക് ആയിട്ടുള്ള നമുക്ക് ഭക്ഷണ ചെലവുണ്ട്, വീട്ടിലെ ചെലവുണ്ട്, സ്കൂൾ ഫീസ് ഉണ്ട്, അങ്ങനെ എല്ലാ ചെലവും കഴിച്ചിട്ടുണ്ട്. അഥവാ ഇന്ന് നിസാബ് എത്തിക്കഴിഞ്ഞാൽ നാളെ നിസാബ് കുറയും.
കാരണം എന്താ വെച്ചാൽ ചിലപ്പം നമ്മളെ ഒരുപാട് ചെലവുകളുണ്ട്, നമ്മുടെ ആശുപത്രി ചെലവുകൾ, അതേപോലെ നമ്മുടെ വീട്ടിന്റെ ചെലവുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ ചെലവുകളൊക്കെ കഴിച്ചിട്ടും ഒരു കൊല്ലം കഴിയുമ്പോൾ അടുത്ത ശതമാനം 21 നമുക്ക് നിസാബ് ബാക്കി ഉണ്ടെങ്കിലാണ് നമ്മൾ എന്താക്കേണ്ടത്, അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായി മനസ്സിലാക്കാനുള്ളത്. രണ്ടാമത്തെ ഒന്ന്, ഇതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പൊതുവെ ചില ആൾക്കാർ നമ്മളോട് ചോദിക്കും, കന്നുകാലികളെ പോറ്റുന്ന ആളുകളുണ്ട്, അതിനും സക്കാത്ത് ഉണ്ട് എന്നുള്ളതാണ്. പണ്ഡിതന്മാർ പറയാണ് അതിന് 3 ഷർത്തുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഒന്നാമത്തെ ഷർത്ത് അതും 1 വർഷമാവുക എന്നുള്ളതാണ്. അത് ഇബില്, ബക്കർ, അതേപോലെ തന്നെ വനമ്പ് 3-നും 3 അതെ. ഇബിലാകുമ്പോ 500 ഒട്ടകം വേണം. 500 ഒട്ടകത്തിനാണ് സക്കാത്ത് ആരംഭിക്കുക. നിസാബ് അതാണ് 500 ഒട്ടകം എന്നുള്ളത്, അങ്ങനെ എത്തുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ മനസ്സിൽ നിസാബ്, ഇതാണ് നിസാബ്. ഇനി അതും 1 വർഷം ആവണം. രണ്ടാമത്തെ എന്താ വെച്ചാല് അഥവാ ഇതിനവിടെ പണിക്ക് വേണ്ടി ചില ആൾക്കാർ ഇപ്പൊ കൃഷി, ഇപ്പൊ നാട്ടിലാണെങ്കിൽ കുറെ പശുവും ഇതൊക്കെ ഉണ്ട്, ചിലപ്പോ കൃഷി ആവശ്യത്തിനായിരിക്കാം, പണിയെടുപ്പിക്കാനായിരിക്കാം, അങ്ങനത്തെ കന്നുകാലികൾക്ക് സക്കാത്ത് ഇല്ല. നമ്മുടെ തിജാറത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന, കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന പോത്തു വ്യാപാരി, അവരെ പോലുള്ള ആൾക്കാർക്കാണ് അതിന് സക്കാത്ത് കണക്ക് കൂട്ടേണ്ടത്. അല്ല മറിച്ച് അതിൽ പണിയെടുപ്പിക്കാനാണെങ്കിൽ അതിന് സക്കാത്ത് ഇല്ല എന്നും കൂടി പണ്ഡിതന്മാർ പറയുന്നുണ്ട്. രണ്ടാമത് ഇതിനൊക്കെ നമ്മൾ മനസ്സിലാക്കി, സക്കാത്ത് കൊടുക്കണം എന്നൊക്കെ മനസ്സിലാക്കി. പിന്നെ രണ്ടാമത് ആൾക്കാർക്ക് വേറൊരു സംശയമാണ് കടത്തിന് സക്കാത്ത് കൊടുക്കണോ. ഇവിടെ പണ്ഡിതന്മാർ പറഞ്ഞത് വെച്ചാല്, എനിക്ക് കിട്ടാനുള്ള കടമാണെങ്കിൽ ആ കിട്ടാനുള്ള കടത്തെ പണ്ഡിതന്മാര് ഒരു 4 തരമാക്കിക്കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ തരം എന്നുള്ള ജാഹിദാണ്, ഒരിടത്ത് കിട്ടൂലെന്ന് ഉറപ്പാണ്. രണ്ടാമത്തെ ഒരു തരക്കാരെ കിട്ടാൻ സാധ്യതയുണ്ട്, പക്ഷെ അത് എപ്പോഴാണെന്നൊന്നും അറിയില്ല. നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മുൽക്കിലുള്ളത്, നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ നമ്മുടെ ഉടമസ്ഥതയിലുള്ളത് എന്താണോ അതിനാ സക്കാത്ത്. പണ്ഡിതന്മാർ പറയാം, കടം എന്ന് പറയുമ്പോ പൂർണ്ണമായി നമ്മുടെ കൈമലല്ല ഉള്ളത്. നമ്മുടേതാണ് പണമെങ്കിലും പൂർണ്ണമായും നമ്മുടെ ഉടമസ്ഥതയിൽ നിന്നത് പോയിട്ടുണ്ട്. ഇപ്പൊ അവന്റെ കൈമലാണ്. ഇത് എപ്പോഴാ കിട്ടുക അങ്ങനെ അറിയില്ല. ചില ആൾക്കാരുടെ അടുത്ത് കിട്ടുകയില്ല. നമ്മൾ ചില ആൾക്കാർ അവരുടെ അടുത്ത് കൊടുത്തുപോയി, പിന്നെ കിട്ടുന്ന വെച്ചാൽ പ്രതീക്ഷിച്ചില്ല. പണ്ഡിതന്മാർ പറയുകയാണ് അങ്ങനെയുള്ള പണത്തിന് സക്കാത്ത് കൊടുക്കേണ്ട. എന്നാൽ കിട്ടുന്ന ഉറപ്പുള്ള സക്കാത്ത്, കിട്ടുന്ന ഉറപ്പാണ്, ഒരു ഡേറ്റ് പറഞ്ഞു തരുന്നുള്ള നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അതിന്റെ സക്കാത്ത് നമ്മൾ കണക്ക് കൂട്ടണം. പണ്ഡിതന്മാർ 2 രീതിയിലാണ് അതിന് വിശദീകരിച്ചത്. ഒന്ന്, എപ്പോഴാണോ അത് കിട്ടുന്നത് അപ്പൊ കൊടുക്കുക. എപ്പോഴാണോ കിട്ടുന്നത് അന്ന് മുതൽ ആ ഒരു കൊല്ലത്തിന്റെ കണക്കിലേക്ക് ഏഡ് ചെയ്തിട്ട് കൊടുക്കുക എന്നതാണ്. രണ്ടാമത് പണ്ഡിതന്മാർ പറയുകയാണ്, നമ്മുടെ കിട്ടുന്ന ഉറപ്പുള്ളതാണെങ്കിൽ നമ്മൾ സാധാരണ കണക്കൂട്ടുന്നതിൽ ഈ പണവും കണക്കൂട്ടുക, അതാണ് സൂക്ഷ്മതക്ക് ഏറ്റവും നല്ലത് എന്നുകൂടി പണ്ഡിതന്മാര് ഈ വിഷയവുമായി പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് കടവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇനി കൊടുക്കാനുള്ള ഉദാഹരണത്തിന് നമുക്ക് 10 ലക്ഷം ഒക്കെ ഉണ്ട്, നമുക്ക് 10 ലക്ഷം എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് നമ്മൾ നിസാബ് എത്തിയിട്ടുണ്ട്, അതിന് കുറെ കട കൊടുക്കാനുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പണ്ഡിതന്മാർ പറയുകയാണ്, കൊടുക്കാനുള്ളതാണെങ്കിൽ കൊടുത്തൊഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിൽ നിന്നാണ് നമ്മൾ കണക്കൂട്ടേണ്ടത്. ഇനി ചില ആൾക്കാരുണ്ട് ഇപ്പൊ കൊടുക്കാൻ ഉദ്ദേശമില്ല, 1 കൊല്ലം കഴിഞ്ഞ കൊടുക്കാൻ ഉദ്ദേശമുള്ളൂ, അല്ലെ നമ്മുടെ നിസാബ് കൊടുക്കാനുള്ള ഡേറ്റ് എത്തിയ സമയത്ത് ഈ കടം വീട്ടേണ്ടതില്ല, അവർ വിചാരിക്കും ഞാൻ 3 മാസം കഴിഞ്ഞേ വീട്ടുന്നുള്ളൂ എന്നാണെങ്കിൽ അതിന് കൊടുക്കണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. കൊടുക്കാനുള്ളതാണെങ്കിൽ പോലും അപ്പൊ നമ്മൾ കൊടുത്തൊഴിവാക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്താക്കണം, അതുകൂടി സക്കാത്തിന്റെ പരിധിയിലേക്ക് പെടുത്തി അതിന്റെ 2% കണക്കൂട്ടേണ്ടത്. ഇതിന് പരിഹാരമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞത് വെച്ചാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, ആ സമയത്തേക്ക് ഞാൻ കടം വീട്ടിക്കണം, 10 ലക്ഷത്തിൽ 2 ലക്ഷം കടം കൊടുക്കാണ്ട്, അപ്പൊ നമ്മള് ആ സമയത്ത് നമ്മൾ കൊടുത്തു വിട്ട ഉദ്ദേശമില്ല, അപ്പൊ നമ്മൾ ആ 10 ലക്ഷം മൊത്തത്തിൽ കൂട്ടിയിട്ട് അതിന്റെ 2% കൊടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ഒന്ന്, അപ്പൊ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ, അപ്പൊ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ 2 കുറച്ച് 8 നാൾ കണക്കൂട്ടേണ്ടത്. അപ്പൊ കൊടുക്കാൻ ഉദ്ദേശിച്ചെങ്കിൽ 10ന്റെ 2% കൊടുക്കേണ്ടത് എന്ന് കൂടിയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ചാല്, ചില യതീം മക്കൾക്ക് ചിലപ്പോൾ കുറെ സമ്പത്തുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ കുറെ സമ്പത്തുള്ള കുടുംബപരമായിട്ട് കിട്ടിയൊക്കെ ഉണ്ടാവുമല്ലോ, അതിന് കൊടുക്കണം എന്നാണ്. അവൻ അനാഥനാണെങ്കിലും അവന്റെ നിസാബത്തും എന്നുള്ള രീതിയിലാണെങ്കിൽ അതിന് സക്കാത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ബുദ്ധിമാന്ദ്യമുള്ള കുട്ടിയാണ്, ചിലപ്പോൾ അവൻക്കും ഉണ്ടാവും, ചിലപ്പോൾ വാപ്പാന്റെ കുറെ സമ്പത്തൊക്കെ ഉണ്ടാവും, അങ്ങനെ സാധ്യതകൾ ഉണ്ടാവുമല്ലോ. നമ്മളൊക്കെ അങ്ങനത്തെ സാഹചര്യം നേരിട്ടിട്ടില്ലെങ്കിലും ഒരു മജ്നൂനായ ബുദ്ധിമാന്ദ്യം സംഭവിച്ച ഒരു കുട്ടിയാണെങ്കിൽ പോലും അവനും ഈ നിസാബെത്തിയ സാമ്പത്തിക അവസ്ഥ ഉണ്ടെങ്കിൽ അതിനും സക്കാത്ത് ഉണ്ട് എന്നുള്ളതാണ്. അഥവാ എല്ലാ മനുഷ്യന്മാർക്കും നിസാബ് എത്തിക്കഴിഞ്ഞാൽ സക്കാത്ത് നിർബന്ധമാണ് എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്.
ഇനി അനന്തരാവകാശത്തിലേക്ക് വരികയാണെങ്കിൽ പണ്ഡിതന്മാർ പറയുകയാണ്, അനന്തരാവകാശമായിട്ട് നമുക്ക് ഇപ്പൊ ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാനുണ്ട്. ഞാൻ മരിച്ചുപോയി അപ്പോ ഇന്റെ സക്കാത്ത് എങ്ങനെ കണക്കൂടി? ഞാൻ സക്കാത്ത് കൊടുത്തിട്ടില്ല, എന്റെ നിസാബ് എത്തിയിട്ടുണ്ട്, പക്ഷെ ഞാൻ കൊടുത്തിട്ടില്ല. അപ്പൊ അതിന്റെ പിന്മുറക്കാര് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, ഒന്നാമത് ആ പൈസയിൽ നിന്ന് തക്ഫീലുൽ മയ്യത്തിനെ മറമാടാനും മറ്റു ആവശ്യമുള്ള പൈസ മാറ്റി വെക്കുക. അത് സ്വന്തം മക്കൾ എടുക്കുകയാണെങ്കിൽ അത് മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. ഇനി മാറ്റി വെക്കാൻ ആരുമില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന് എന്ത് ചെയ്യാം, ആ കഫൻ പുടവക്കും മറ്റു കാര്യങ്ങൾക്കുള്ള സക്കാത്ത് ഉണ്ടാക്കുക, സക്കാത്ത് അല്ല പണം മാറ്റി വെക്കുക. രണ്ടാമത്തൊന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജനങ്ങളുടെ കടം വീട്ട്, അഥവാ വറാസത്തായ പണത്തിന് അഥവാ അനന്തരാവകാശ സ്വത്തിന് സക്കാത്ത് ഉണ്ടോ എന്നാണ് ചോദ്യം. അപ്പോ എന്താ ചെയ്യേണ്ടത്? അനന്തരാവകാശം വീതിക്കുന്നതിന് മുമ്പ്, വീതിക്കുക എന്നുള്ള നിർബന്ധമാണ്. പണ്ഡിതന്മാർ പറയാണ്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് വീതിക്കാൻ പറ്റും അത്ര പെട്ടെന്ന് അനന്തരാവകാശ സ്വത്ത് വീതിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിലപാട്. അങ്ങനെ വീതിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഒന്നാമത് മയ്യത്തിന് പരിപാലിക്കാനുള്ള പണം മാറ്റി വെക്കുക, രണ്ടാമത് ജനങ്ങളുടെ കടം വീട്ടുക, മൂന്നാമതായിക്കൊണ്ട് അള്ളാന്റെ കടം വീട്ടണം. അള്ളാന്റെ കടം എന്ന് പറഞ്ഞ സക്കാത്താണ്. ആ സക്കാത്തും മാറ്റി നിർത്തിയിട്ട് പിന്നെ നാലാമതായിക്കൊണ്ട് സക്കാത്തും കൊടുത്ത് നാലാമതായിക്കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോ 1/3 വസിയത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ആ വസിയത്താക്കി കൊടുക്കാനുള്ള കൊടുത്തിട്ട് അഞ്ചാമത് മാത്രമാണ് എന്താക്കേണ്ടത്, അനന്തര സ്വത്ത് വീതം വെക്കേണ്ടതുള്ളത് എന്ന് കൂടി പണ്ഡിതന്മാര് ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചാല്, നമുക്ക് കൂടുതൽ സംശയത്തിന് സാധ്യതയുണ്ട്. ഒമാനി പണ്ഡിതൻ PN അബ്ദുറഹ്മാന്റെ fiqhusunna.com എന്ന സൈറ്റിൽ ഗൂഗിൾ തപ്പിയ കിട്ടും. അതിൽ അദ്ദേഹം കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് സംശയങ്ങൾ അദ്ദേഹം അതിൽ കൈകാര്യം ചെയ്യുന്നുണ്ട്. അത് നമ്മളൊന്ന് ഈ റമദാൻ നമ്മളെന്താക്കി നിർബന്ധമായിട്ട് വായിച്ചു നോക്കുക. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മളൊക്കെ പെട്ടിട്ടുണ്ടാവുന്നുള്ള സാധ്യത ഉണ്ട്. 595 ഗ്രാം സ്വർണം എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം പ്രവാസത്തിനിടയിൽ എന്തായാലും ഒരു കൊല്ലൊക്കെ നമ്മളെ ബാലൻസ് ആയിട്ട് ചിലപ്പം ഒരു 2017 കണക്ക് പ്രകാരം 25,000 26,000 എന്നൊക്കെ കാണുന്നുണ്ട്. കുറച്ച് മുമ്പത്തെ ഒരു കണക്കൊക്കെ നോക്കിയാൽ അപ്പൊ ഏകദേശം ഒരു 10-30-40,000 റുപ്യക്കല്ലേ ഉണ്ടാവുള്ളൂ. അത്ര നമ്മൾ ഒരു കൊല്ലത്തിന് ശേഷം നമ്മുടെ അസറ്റായിട്ട് ബാക്കി ഉണ്ടാവുമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവാസത്തിലേക്ക് വന്നത് പോലും. അപ്പൊ നമ്മുടെ ഭൂരിഭാഗം ആൾക്കാർക്കും അങ്ങനത്തെ ഒരു അവസ്ഥ എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് അപ്പോ നമ്മൾ പലരും നിഷിദ്ധത്തിലായിട്ടുണ്ടാവും എന്നൊരു പേടി നമുക്ക് വേണം. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് കണക്ക് കൂട്ടുക. എന്നിട്ട് കണക്ക് കൂട്ടി ഇന്നു മുതൽ ആണെങ്കിൽ ഇന്നു മുതൽ നമ്മൾ ഡേറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അടുത്തൊരു കൊല്ലം എപ്പോഴാണോ ഇതേ അറബി മാസമായിട്ട് കണക്കൂട്ടി നമ്മൾ അടിവരായിട്ട് മനസ്സിലാക്കണം. അടുത്ത എപ്പോഴാണോ ആ ഡേറ്റ് വരുന്നത് അത് നമ്മൾ ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. وأقول قولي هذا أستغفر الله لي ولكم ولسائر المسلمين من كل ذنب واستغفروا إنه هو الغفور الرحيم. والسلام عليكم ورحمة الله وبركاته.